മസാല ബോണ്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും വെറുതെയൊന്ന് പേടിപ്പിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇഡിയൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. മസാല ബോണ്ടിൽ അഴിമതിയും നടപടിക്രമങ്ങളിലെ പാളിച്ചയും ഭരണഘടനാപരമായ ലംഘനങ്ങളുമുണ്ട്. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിട്ട് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്കൊരു നോട്ടീസ് അയച്ച് ഭയപ്പെടുത്തുകയാണ്. മുമ്പും സമാന രീതിയിൽ നോട്ടീസ് അയച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അയച്ച നോട്ടീസിനെ കുറിച്ചും യാതൊരു വിവരവുമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അയക്കുന്ന നോട്ടീസിൽ സിപിഎം ഭയപ്പെടാറുണ്ട്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ ബാങ്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ് സിപിഎമ്മിനെ വിധേയരാക്കി ബിജെപിക്ക് ജയിക്കാനുള്ള സാഹചര്യമുണ്ടാക്കി. കേരളത്തിൽ ബിജെപിയെ സഹായിക്കാൻ വേണ്ടി സിപിഎം നേതൃത്വത്തെ പേടിപ്പിക്കുക മാത്രമാണിതെന്നും വി ഡി സതീശൻ പറഞ്ഞു. അന്ന് പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട്. കാരണം അതിന്റെ പിന്നിൽ ധാരാളം ദുരൂഹതകളുണ്ട്. യഥാർത്ഥത്തിൽ 9.732% പലിശയ്ക്ക് അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ നിന്നും പണം കടമെടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും കൂടിയ പലിശയാണത്. അത്രയും വലിയ പലിശയ്ക്ക് പോയി മസാല ബോണ്ടിന് കടമെടുക്കേണ്ട ഒരു ആവശ്യമില്ല. 5 കൊല്ലം കൊണ്ട് മുതലും പലിശ അടച്ചു തീർക്കണം. 2150 കോടി രൂപ എടുത്തിട്ട് 1045 രൂപ പലിശയാണ്. അപ്പം 3195 കോടി രൂപ ആ പലിശയും മുതലുമായിട്ട് അയച്ചു. 5 കൊല്ലം കൊണ്ട് ഏകദേശം പകുതിയോളം തുക പലിശയായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ അതിനെയാണ് വിമർശിച്ചത്. മാത്രമല്ല, സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്താൽ വളരെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടും. നമുക്ക് 1.25%-നാണ് കൊച്ചി മെട്രോയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പലിശ 1.25%. അത് ഇടയ്ക്കൊന്നോ 1.5 ആയി, അതിൽ കൂടുതലല്ല. എന്തായാലും 1.5% പലിശയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത് കിട്ടെടുക്കാൻ അപ്പോഴാണ് പോയി ഇത്രയും വലിയ പലിശയ്ക്ക് എടുത്തിരിക്കുന്നത്. മാത്രമല്ല, അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടാണ്. ഭരണഘടനയുടെ 293(1) വകുപ്പനുസരിച്ച് ആ വകുപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. മാത്രമല്ല, SNC ലാവലിനുമായി ബന്ധമുള്ള CDPQ എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ധനകാര്യമന്ത്രി നൽകിയ വിശദീകരണം മുഴുവൻ തെറ്റായിരുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് തെറ്റാണ്. അത് കാനഡയിലെ ക്യൂബക് പ്രവിശ്യയിലെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയിട്ടാണ് ഇത് നടത്തിയത്. എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലണ്ടനിൽ പോയി മുഖ്യമന്ത്രി മണിയടിക്കുക മാത്രമാണ് ചെയ്തത്. ഈ മണിയടിച്ചത് വലിയ സംഭവമായിട്ടൊന്ന് കൊട്ടിഘോഷിച്ചു. ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് മണിയടിക്കുന്നതെന്ന് പറഞ്ഞു. അത് അവിടെ ബോണ്ട് നിക്ഷേപിക്കുന്ന ഏത് കമ്പനിയുടെ തലവനും അവിടെ 1.5 മണിക്കൂർ 2 മണിക്കൂർ നേരം മണിയടിക്കാനുള്ള സമയമുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അല്ല മണിയടിച്ചത്, കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് പോയി മണിയടിച്ചത്. അതിന് കേരളം മുഴുവനുള്ള കൊട്ടിഘോഷിക്കപ്പെട്ട ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി എന്നെല്ലാം പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ PR ഉണ്ടായിരുന്നു ഇത് മുഴുവൻ നടത്തിയിരുന്നത്. ഇതിന്റെ പുറകിൽ അഴിമതി ഉണ്ടായിരുന്നു. ഇപ്പൊ ED 3 കൊല്ലം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നോട്ടീസ് അയച്ച എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം അത് കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ടു മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ മറുപടി പ്രതിപക്ഷം പറഞ്ഞത് അത് തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഭയപ്പെടുത്തലാണ്. ഇതിപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും CPM-നെയും മുഖ്യമന്ത്രിയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ED ഒന്നും ചെയ്യില്ല. ED ബാക്കിയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടുമ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ച് ഭയപ്പെടും. ഇന്നാളൊരു നോട്ടീസ് പോയല്ലോ, ആ നോട്ടീസിനെ കുറിച്ച് യാതൊരു വിവരമില്ലല്ലോ. വേറെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കൊരു നോട്ടീസ് പോയല്ലോ, ആ നോട്ടീസിനെ കുറിച്ച് പിന്നെ യാതൊരു വിവരമില്ല. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-നെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി CPM ഭയപ്പെടാറുണ്ട്. തൃശൂർ പാർലമെന്റ് ഇലക്ഷനിൽ ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് CPM-നെ ഭയപ്പെടുത്തി അവിടെ അവരെ വിധേയരാക്കി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് CPM നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ED ചെയ്യില്ല.